MLS കപ്പ് നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? ഇന്റർ മയാമി. ഇന്ത്യയിൽ വായുമലിനീകരണം കുറഞ്ഞ സംസ്ഥാന തലസ്ഥാന നഗരങ്ങളിൽ തിരുവനന്തപുരത്തിന് എത്രാം സ്ഥാനം ലഭിച്ചു? 2. 98 ഓസ്കർ പുരസ്കാരത്തിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട പലസ്തീനിയൻ ചിത്രം. പാലസ്തീന് 36. ഇന്റർ മയാമി ക്യാപ്റ്റൻ ലയണൽ മെസ്സി. വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരം ഗാസിയാബാദാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായ ഏകയാൾ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിതീഷ് കുമാർ. 2025 ഡിസംബർ 6 രാത്രിയിൽ നിശാ ക്ലബിൽ തീപിടിച്ച് 23 പേർ കൊല്ലപ്പെട്ട ദുരന്തം ഉണ്ടായത് ഏത് സംസ്ഥാനത്തിലാണ്? ഗോവ. രാജ്യാന്തര ക്രിക്കറ്റിൽ 20,000 റൺസ് നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരനെന്ന നേട്ടം കൈവരിച്ച താരം ആരാണ്? രോഹിത് ശർമ്മ. സായുധ സേന പതാകദിനം എന്നാണ്? ഡിസംബർ 7. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ വാസ്തുശില്പി ആരാണ്? ഫ്രാങ്ക് ഗെഹ്റ്റി. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 324. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്ന ആദ്യ കേരളീയൻ ഇ.ടി. എൻ. ശേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം 65 വയസ്സ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 324. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്ന ആദ്യ കേരളീയൻ ഇ.ടി. എൻ. ശേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം 65 വയസ്സ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത വി.എസ്. രമാദേവി. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. തെരഞ്ഞെടുപ്പിന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖ സഫോളജി. ഇന്ത്യൻ സഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ ഭരണഘടന ഭേദഗതി 61 1988. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ചിനി താലൂക്ക്, ഹിമാചൽ പ്രദേശ്. ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ ഹൃദയത്തിന്റെ ഇരുവശങ്ങളിലുമായി. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം പ്ലൂറ. വായുവറകൾ അടഞ്ഞുപോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തിൻ. ശ്വസന നിരക്ക് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. ശ്വാസകോശത്തിൽ നടക്കുന്ന വാതക വിനിമയ പ്രക്രിയ അന്തർവ്യാപനം. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമണോളജി.